ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ടിപ്സാണ്. സോ ഇത് നിങ്ങൾക്ക് ചിലവർക്ക് അറിയാമായിരിക്കും, ചിലവർക്ക് അറിയാൻ പാടില്ല. അത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സോ നമ്മുടെ കയ്യിൽ എപ്പോഴും മസ്കാര തീർന്നുണ്ടാവും, പുതിയതുണ്ടാവും. സോറി, പുതിയതുണ്ടാവും, തീർന്നുണ്ടാവും. ഇത് എൻ്റെ പഴയ ഒരു മസ്കാരയാണ്. സോ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതെല്ലാവരും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കളയും. അപ്പോൾ ഞാനിതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇത് പുതിയ മസ്കാരയാണല്ലോ. പുതിയ മസ്കാരയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇതിന് ജസ്റ്റ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും പഴയ മസ്കാരയിലേക്ക്. എന്നിട്ട് ഈ പുതിയ മസ്കാര ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി ഇതിലുണ്ടാവും, ലൈറ്റായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഐബ്രോസ് കണ്ടില്ല, എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മളൊരു ചെറിയൊരു ഷേപ്പും അതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് ഞാൻ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടോ, എന്താ പറയുക, ഇങ്ങനെ കൊടുക്കുക. പിരികത്തിനൊരു കട്ടിയും തോന്നിക്കും, ഒരു ഷേപ്പും കിട്ടും ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, ഇത് നമുക്ക് ഐബ്രോ പെൻസിൽ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതൊരു സിമ്പിൾ ടിപ്പായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അതാണ് ശരിക്കും ഒരു നാച്ചുറൽ ഫീലിങ്സ് കഴിയുമ്പോൾ കുറേ വാരി തേച്ചിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ ലൈറ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കണ്ണെഴുതാത്ത ആളാണ്, ലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മസ്കാര യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം ലൈറ്റായിട്ട്. അത് കാണിച്ചെങ്കിൽ